ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഒരു നിമിഷം കണ്ണുകളടച്ച് മലയടിവാരത്തൂടി മലനിരകൾക്കിടയിലൂടെ നിശബ്ദമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു തീവണ്ടിയെ ഒന്ന് മനസ്സിൽ കാണുക. ഒരുപാട് ബോഗികളുള്ള ഒരു തീവണ്ടി. അതില് ഡ്രൈവർ ഉണ്ടാകാം. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഓരോ ബോഗിയിലും ഇരിക്കുന്ന ആളുകൾ തന്നെ പലവിധ വിചാരങ്ങളിൽ ഭാരപ്പെട്ടും സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സുകൊണ്ടൊന്ന് എണ്ണി നോക്കാൻ ശ്രമിച്ചു നോക്ക്. എത്രയെത്ര ജീവിതങ്ങളാണ്, ജീവിത കഥകളാണ് ആ ഒരു തീവണ്ടിക്കുള്ളിലുള്ളത്. അവരെ ആരെയും അറിയാതെ ഈ ഡ്രൈവർ ഇതിങ്ങനെ കൊണ്ടുപോവുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ തീവണ്ടി ഈ ജീവിത ഭാരങ്ങളെല്ലാം ചുമന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ ഭാരങ്ങളും താങ്ങാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. നമ്മൾ ചെയ്തു തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളെ കൊണ്ട് അവിടുന്ന് ചെയ്യിപ്പിക്കുന്നു. അത് നാം എത്രയൊക്കെ മടുത്തെന്ന് പറഞ്ഞാലും ഓടി അകന്നു പോയാലും തമ്പുരാൻ നമ്മളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അതേ കസേരയിലിരുത്തി അതേ ജീവിത സാഹചര്യങ്ങളിൽ വീണ്ടും നട്ടുപിടിപ്പിച്ച് നമ്മെക്കൊണ്ട് അത് ചെയ്തു തീർക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ നീതിയെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ ചതഞ്ഞ നാങ്ങണ ഒടിക്കുകയുമില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. നമ്മൾ പലപ്പോഴും ചില മനുഷ്യരെ കുറിച്ച് പറയാറുണ്ട് പുകഞ്ഞ തിരിയെന്ന്. അപ്പം നമ്മൾ എന്നാ പറയുന്നത്? അത് പുകഞ്ഞ തിരിയാണ്, എടുത്ത് കളയുക അല്ലെങ്കിൽ കത്തിക്കുക, കെടുത്തുക. ഈശോ പറയുന്നു പുകഞ്ഞ തിരി കെടുത്തുകയില്ലെന്ന്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി അവിടുത്തെ തിരുഹിതം നിറവേറുന്നത് വരെ നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തി സമചിത്തതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് നമുക്ക് നല്ലത്. ഇന്നത്തെ ദിവസം നമ്മളെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലെടുത്തിട്ട് അത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ പുകഞ്ഞ തിരി ഇതാണ്. എനിക്കത് കെടുത്താനും പറ്റത്തില്ല, കെടുത്താതിരിക്കാനും പറ്റത്തില്ല എന്നൊരവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിന് മുമ്പിൽ ഞാനത് സമർപ്പിക്കുകയാണ്. പച്ചവെള്ളത്തിൽ പോലും അഗ്നി വിരിയിക്കാൻ കഴിവുള്ള നീ എൻ്റെ ജീവിതമാകുന്ന ഈ പുകഞ്ഞ തിരിയെ ഒന്ന് കത്തിച്ചു തരണമേ. ആമേൻ.